ഒത്തിരി ചൂട്. കുട്ടമ്പള മോളെ ഇത്തിരി വെള്ളം കൊണ്ട് പാടി. വല്ലാത്ത ദാഹം തന്നെ. പണ്ടൊക്കെ ഡിസംബർ ആകുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പൊ ഒടുക്കത്തെ ചൂട്. കാട് വെട്ടി നശിപ്പിച്ച് മരങ്ങളെല്ലാം പോയി എന്നും പറഞ്ഞ് തുടങ്ങല്ലേ കേട്ടോ, കേൾക്കാൻ വയ്യ. അല്ല അങ്ങനെ അങ്ങ് തുടങ്ങിയപ്പോഴേ കേൾക്കാൻ വയ്യാന്ന്. സൈറ്റിലെ വല്ല കാര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കേൾക്കാം. സൈറ്റിലൊന്നും കാര്യം പറയാം. സൈറ്റിലൊന്നുമില്ല. ഉച്ചയാകുമ്പോൾ പണി തീരും. ഞാൻ ഇഞ്ഞു പോകുന്നു. അപ്പൊ പണി നിർത്തി വെച്ചിട്ടും പോന്നാ? ഭർത്താവ് വന്നതിൽ സന്തോഷിക്കലേ വേണ്ടത്. ഭർത്താവ് വന്നതിൽ സന്തോഷം തന്നെ. പക്ഷെ ഈ ജോലി സ്ഥലത്ത് എന്തിനാ കള്ളം കാണിക്കണം? അവിടെ പണിയല്ലേ, അവിടെ നിൽക്കണ്ടല്ലേ? ഈ കള്ളം കാണിച്ചതല്ല, ഉച്ച വരെ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി ഇഞ്ഞു പോകുന്നു. പിന്നെ എഞ്ചിനീയർ സാറില്ല. അങ്ങനെ ഫാമിലിയോട് വേറെ എവിടെ പോകണം. ഇപ്പൊ മനസ്സിലായി. എഞ്ചിനീയർ നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങൾ മുങ്ങി ഞങ്ങൾ നമ്മളെ അവിടെ അതിൽ കാര്യമൊന്നുമില്ല. അത് ഞാൻ കയറി വന്നതല്ലേ. ഇതെല്ലാം മുങ്ങണെന്ന് പറയണം. അവിടെ നിൽക്കാൻ പറ, അവിടെ നിൽക്കണം. അപ്പൊ തന്നെ മുങ്ങ വെല്ലടിക്കണം. നീട്ടും. ഹലോ. സാറ് എവിടെ ഉണ്ട്? ഞാൻ സൈഡിലുണ്ട്. സിമ്മൻ്റെ നേരെ കേടാണ്. എൻ്റെ പൊന്നു സാറേ, ഹിന്ദിക്കാരെ പണിക്കാരെ കൂടെ തോറ്റേട്ടാ. ഇല്ല, ഞാൻ വീട്ടിൽ പോകില്ല സാറേ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോകാം സാറേ. നമ്മൾ ഇവിടെ നിന്ന് മാറി കഴിഞ്ഞാൽ പണി ഇന്ന് നേരെ നടക്കുന്നത്. സാറിന് അത് അറിയാമല്ലേ. ശരി സിനിമയ്ക്കാ? ഓക്കെ സാറേ. ഓക്കെ ശരി. വൈകിട്ടുള്ള പരിപാടികളുണ്ടോ? വൈകിട്ടെന്ത് പരിപാടി? വൈകിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. ഒരു സിനിമയ്ക്ക് വരാന്ത്? എൻ്റെ പൊന്നോ, ഇത് എവിടെ നിന്ന് പൊട്ടി മുളയ്ക്കണാന്ന് ഒരു 3 മണിക്ക് പോകണം. 3 മണിക്ക് പോയാൽ ഇന്റർവെല്ല കാണാൻ പറ്റും. 3 മണിക്ക് പടം തുടങ്ങും. 2 മണിക്ക് പോകണം. ഓക്കെ, എന്നാൽ 2 മണിക്ക് ഇറങ്ങാം. നിങ്ങളുടെ കൂടെ ആലോചിച്ചാൽ മതിയാ. അപ്പൊ നമ്മളോ? നീ പറഞ്ഞ പിന്നെ ഞാൻ വരണ്ട്. ചോദിച്ചേട്ടൻ വിചാരിച്ചപ്പോ വരണമെന്ന് വിചാരിച്ച് വരാം. പക്ഷെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്റെ പൊന്നമ്മ ദേവി, ഇത് ആവശ്യമില്ലാത്ത കണ്ടീഷൻ ഒന്നും പറയല്ലേ. ചക്കരമ്മയൊക്കെ തന്നെ. പക്ഷെ എന്റെ കണ്ടീഷൻ എന്താന്ന് കേക്ക്, എന്നിട്ട് ചക്കരമ്മ വിളിക്കും. എന്തരമ്മ അമ്മ ഈ കണ്ടീഷൻ പോലും പറഞ്ഞ് സിനിമ പോക്ക് മുടങ്ങിയാ? എടാ, ഞാൻ പറഞ്ഞ കേട്ടൂടെ, എന്നിട്ട് പറഞ്ഞ പോലെ നിനക്ക്. എന്തായാലും എഞ്ചിനീയറുടെ ഫാമിലിക്ക് എടുത്ത ടിക്കറ്റാണ് നമ്മൾ സിനിമ കാണാൻ പോണത്. അത് നിനക്ക് മനസ്സിലായി? അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. നിങ്ങൾ എഞ്ചിനീയർ സാറ് അവരുടെ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് എന്തോ കാരണം കൊണ്ട് അവർക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ ടിക്കറ്റിന് നിങ്ങളും ഫാമിലിയും കൂടെ പോകുമെന്ന് ചോദിച്ചു. അതിന് വേണ്ടിയിട്ടല്ല അങ്ങനെ കൊണ്ട് വിളിച്ചത് അല്ലേ? അപ്പൊ എന്തായാലും ടിക്കറ്റിന്റെ പൈസ ലാഭമല്ലേ? എന്തായാലും ഞാൻ പുറത്ത് പോകുമ്പോൾ എനിക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് ഞാൻ പറയാറില്ല. ഇന്നെന്തായാലും അതങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല അടിപൊളി ഹോട്ടലിൽ നിന്ന് നല്ല അടിപൊളി ഫുഡ് കഴിക്കണം. ഇതാണ് അമ്മയടുത്ത് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞത്. ഒറ്റ അടി അടിക്കും. അല്ല പിന്നെ ഇത് ഫിക്സ്. നമ്മൾ പോണ ഫുഡ് കഴിക്കണ്. പിന്നെ ഇവിടെ ഫിക്സ്. ഒരു വണ്ടി നിറച്ച് ആളും കൊണ്ടു കോട്ടനെ കൊണ്ട് ഇറങ്ങി കൊടുത്താൽ ഇത് അച്ഛൻ കൊടുക്കോ പൈസ? അച്ഛല്ല, പിന്നെ വേറെ ആരും പൈസ കൊടുക്കാൻ? അമ്മ കൊടുത്ത കുഴപ്പമുണ്ടോ? ഞാൻ കൊടുത്ത കുഴപ്പമുണ്ടോ? അതിന് കുഴപ്പമില്ല. എനിക്ക് നോൺ വെജ് എന്റെ പരിചയമുള്ളൊരു കട ഉണ്ട്, അവിടെ കയറാം. ഇത് അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയണ ഹോട്ടലിൽ പോയി കഴിക്കണം. എവിടെയായാലും ഫുഡ് കിട്ടിയാ പോരെ? ഓക്കെ. അപ്പൊ 2 മണിക്ക് ഇറങ്ങണം. ആ ലച്ചിന്റെ അടുത്തും ദീ എടുത്ത് ഇറങ്ങാൻ പറ. ഇതിനെ കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കിട്. അപ്പൊ റെഡി, ഇറങ്ങ്. ശരി. ഇത്ര നാളെ മണി 2 ഇത്ര ഇറങ്ങില്ലേ? അച്ഛാ ഞാൻ റെഡി. തീരാൻ പരിപാടിയാണ്. എവിടെയെങ്കിലും പോണെങ്കിൽ നിന്ന് തളച്ച വിടുന്നത്. കുട്ടമ്പള ഇറങ്ങി. മണി 2 എന്റെ പാല് 3 മണിക്കല്ലേ? എന്തിനാ കിടന്ന് ഇങ്ങനെ തുള്ളണത്? ഇപ്പൊ മണി 2 ആയിട്ടുള്ളൂ. 2 മണി 2:05 ഇങ്ങോട്ട് പെട്ടെന്ന്. നിങ്ങൾക്ക് എപ്പോഴും ഉള്ളതാന്നേ. നിങ്ങൾക്ക് ആ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 ഷർട്ടും മുണ്ടും എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. തലേന്ന് തടയി തലേ മുടിയില്ലാത്തതുകൊണ്ട് അതും ചെയ്യണ്ട. ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ടേ. എടി 12 മണിക്ക് പറഞ്ഞാലേ 2 മണിക്ക് ഇറങ്ങണമെന്ന്. ഇതേ അടുക്കളയിൽ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വരണത്. ഈ ജനലും വാതിലും എല്ലാം പൂട്ടണം, ഗ്യാസ് അണയ്ക്കണം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. ഇതൊക്കെ ഉണ്ട്. വെറുതെ അങ്ങോട്ട് ഓടി വന്നാൽ പോരാ. ഞാൻ റെഡി. നീ റെഡിയാ? നീക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങും ഇങ്ങോട്ട്. എനിക്ക് ഇറങ്ങണേ ഇവിടെ. മണി 2:05. വാ പോവാ. ഇവിടെ ഇരിക്കണ വാ പോവാ. അതെ, അടുക്കള വാടച്ച നോക്കി ഓടിച്ചു നോക്ക്. അത് ആ ഫ്രിഡ്ജിന്റെ പ്ലഗ് ഊരിട്ടുണ്ടാ നോക്കിയേ. കേശു ഒരു പുല്ലുമില്ല.
എത്ര എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ തളഞ്ഞ വിട്ടു അവർക്ക് സമയത്ത് വാതിലടയ്ക്കണം കഥ അടയ്ക്കണം ജനലടയ്ക്കണം എന്നിട്ട് ഇറങ്ങി വാങ്ങി വിട്ടു. പിന്നെ ഇതൊക്കെ തുറന്ന് മനസ്സിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ വീട്ടിൽ നിന്ന്? ഒരു വീടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുമ്മാ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ വല്ല കള്ളന്മാരും നല്ലതൊക്കെ എടുത്തിട്ട് അങ്ങ് പോകും. പിള്ളേരെ നോക്കാൻ പറ്റേ? ആ ഡോറ് ലോക്ക. ആ നോക്ക, ഞാൻ അടച്ചതായിരുന്നു. ചുമ്മാ നമുക്കൊന്ന് പോകുന്നതിനോ നോക്ക്. ഫ്രിഡ്ജാ ഓൾറെഡി ഓഫ് ആയിരുന്നു. ആ അല്ല, ഞാൻ പ്ലഗ് ഊരിയിട്ടേക്കായിരുന്നു. എന്നാലും നമ്മൾ പോകുമ്പോൾ ഒന്ന് നോക്കാം. എല്ലാം നീ എല്ലാം ചെയ്തത്, പിന്നെ നീ എന്തിനാ പിള്ളേരെ ഒന്നുകൂടെ പറഞ്ഞയക്കണം? അല്ല, നമ്മൾ പോകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണ നല്ലതാ. അല്ലെ പിന്നെ അവിടെ ചെന്ന് നിർത്തേണ്ട സിനിമ കാണാൻ പറ്റില്ല ടെൻഷൻ കയറിയിട്ട്. നീ ഇവിടെ കാണാൻ പണി ഇറങ്ങടി. ആ ഇറങ്ങ. അവിടെ കെട്ടി ചോദന പോണ എന്നെ പറഞ്ഞു. എവളൊക്കെ കെട്ടിച്ചോന്നുകൊണ്ട് പോണം എന്നെ പറയണം. ഇത്ര ദേഷ്യപ്പെടേണ്ട ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് വല്ലതും പറയുമ്പോൾ ഞാൻ എന്റെ സ്വഭാവം ഇങ്ങനെ പിടിക്കാതിരിക്കുകയാണ്. എടി നേരത്തെ കാലത്ത് ഇറങ്ങാൻ പറഞ്ഞടി. അമ്മ സമയത്ത് ഇറങ്ങാൻ പടം നേരെ കാണാൻ പറ്റിയ പടം കണ്ടല്ലോ നമ്മള്. ഒന്നും അമ്മയ്ക്ക് കഥ മനസ്സിലായ? പിന്നെ എനിക്ക് മനസ്സിലായി കഥ. നിനക്ക് മനസ്സിലായില്ലേ? എന്നാ പിന്നെ എന്തിനാണ് ആ നായ അതൊക്കെ കാണിച്ചു കൂട്ടിയത്? അതാ അവര് തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ട്. വില്ലനുമായിട്ട് പ്രശ്നം? എന്താണ് പ്രശ്നം? അത് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയല്ലോ. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായെന്ന് പറഞ്ഞതാ. അല്ല, അവര് തമ്മിലുള്ള പ്രശ്നം എന്താന്ന് മനസ്സിലായി. എടി വില്ലന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. വില്ലൻ കുട്ടമ്പിളരെ കോണെടുത്ത് കത്തിച്ച്, ഇതാണ് പ്രശ്നം. അല്ല ചാ, ആ സിനിമയുടെ പോസ്റ്ററിൽ ഒരു നായികയുടെ പടം ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അതിനെ കണ്ടില്ല പടത്തില്. അതെ, 3 മണിക്ക് തുടങ്ങണ പടത്തിന് 3:30 കയറി ചെന്നാലേ നായിക ഇവിടെ കാണാൻ. ഇപ്പോൾ ഒന്നാമത് നായിക ഇവിടെ മലയാള സിനിമ സ്പേസ് ഇല്ല. അവിടെ നായിക ഇവിടെ കാണാൻ പറ്റും. നായകനെ ആദ്യം കാണിച്ചിട്ടുണ്ടാവും. ബാല നമ്മൾ വൈകിയതാണോ പ്രശ്നം? ബ്ലോക്കാണ്. എടി കുട്ടമ്പിളരെ നമ്മളെ നീ എറണാകുളം താമസിക്കുന്ന വർഷങ്ങളായാലടി. ഇടപ്പള്ളിയിൽ ടോൾ ജംഗ്ഷനിലൊക്കെ ട്രാഫിക് ബ്ലോക്ക് നിനക്ക് അറിഞ്ഞൂടടി. അതെല്ലാം ഉച്ചയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവാറില്ല. ഞാൻ എല്ലാം വിളിച്ചു പറയാൻ കേട്ടോ. അല്ല, സാധാരണ ഉച്ചയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവാറില്ല. ഇന്നിപ്പോൾ എന്തോ ബ്ലോക്ക് ഉണ്ടായി. എന്ത് ചെയ്യാൻ പറ്റും? എന്റെ പൊന്നു ബാലു, ഒന്ന് ഇച്ചിരി വൈകിപ്പോയിനാണ് ഇത്തരം പ്രശ്നം ഉണ്ടാക്കണേ. ക്ഷമിക്ക്. ഇത്തിരിയാ? ഇത് സ്ഥിരം പതിവാണിത്. ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ വൈകിട്ടില്ല. 2 ദിവസം മുമ്പ് നീ എവിടെ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയ നീ താമസിച്ചില്ലടി? താമസിച്ചില്ലേ? 2 ദിവസം മുന്നേ ഞാൻ എവിടെ വൈകിയില്ല. വൈകില്ല. ആ, അതൊരു 10 മിനിറ്റല്ലേ വൈകിയുള്ളൂ. മതിയല്ലേ? ആ എഞ്ചിനീയറിംഗ് കഥ ചോദിച്ചാൽ പറഞ്ഞ ഞാൻ എന്ത് പറയാ? എഞ്ചിനീയറിനെ ചോദിക്കും, സിനിമയ്ക്ക് പോയില്ലേ ബാലു കഥ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ പറയാം, അങ്ങനെ ടിക്കറ്റ് ഞാൻ ബ്ലാക്കിൽ മറിച്ച് വിറ്റെന്ന് പറയും. നമ്മളോട് കഥ ചോദിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കും. കുണ്ണാക്കറിയാം കഥ പറയാൻ പറഞ്ഞാ. അല്ല, ആദ്യം അറിയില്ല. ഇല്ല, അത് നായിക ഒരു പിടിയില്ല. പണം തീരാൻ കയറി എന്തെങ്കിലും നാണം കെട്ട്. എഞ്ചിനീയറോട് ബ്ലോക്കായിരുന്നു വൈകിന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? അല്ല, ഞാനേ ഇപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ ഈ എല്ലാം ഒതുക്കി ഇറങ്ങുമ്പോൾ ഒതുക്കാണ് എനിക്ക് പിടിക്കാത്തത്. നീ ഓഫീസിൽ പോകുമ്പോൾ ഒതുക്കാറൊന്നുമില്ലടി, അങ്ങനെ ഇറങ്ങി പോകില്ലടി. അത് പിന്നെ ഞാൻ ഓഫീസിൽ പോണല്ലേ. അവിടെ സമയത്ത് നേരത്തെ ചെന്നില്ലെങ്കിലേ അടിച്ച് കൈ കൊടുക്കും, വീട്ടിൽ ഇരിക്കാൻ വന്ന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓഫീസിൽ ചെന്നിട്ട് നാളെ റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കാം. വീട്ടിൽ ഇരിക്കും. എന്നിട്ട് നാട്ടുകാർ പറയാം ഭർത്താവ് വീട്ടിലിടങ്ങളിട്ട് വളർത്തണമെന്ന് പറയും. ഓ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒറ്റയ്ക്ക് വീട് നോക്കിക്കോ. ഞാൻ വേണ്ട, ആ ക്രെഡിറ്റ് നീ എന്നെ എടുത്തോ, ഞാൻ പുറത്തോട്ട് വരട്ടെ. എന്നാലും പറയരുത് ഞാൻ ഒറ്റയ്ക്ക് വീട് നോക്കിക്കോളാന്ന്. ഞാൻ പുറത്തോട്ട് വരട്ടെ. പണിയെടുത്ത് പുറത്ത് തന്നെ ഇപ്പൊ പോണേ? ചായ കുടിക്കാമോ? ചായ ആയിട്ട് എന്നാ പോരെ? ഇല്ല, നല്ല രണ്ടുപേരെ കാണണം. ഏത് 2 പേര്? ആ പടം കണ്ട് ആരെങ്കിലും കാണാം, കഥ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഇത് ചോദിക്കും കഥ കൊടുക്കട്ടെ. അതേതാ ആൾക്കാർ?